പ്രായവ്യത്യാസമില്ലാതെ സാമ്പത്തിക വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഒരു പൊതു ഗതാഗത സൗകര്യം ഫ്രീ ആയിട്ട് നൽകുക എന്നത് സ്ത്രീകളുടെ ഒരു പൊതു മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകും എന്ന കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ല. അതിനകത്തിപ്പം കേരളത്തിലെ ഗവൺമെൻറ് ഓർഡിനറി ബസ്സിലിപ്പോൾ നടപ്പാക്കുന്നു, അത് മറ്റ് ഇതിലേക്ക് നടപ്പാക്കുന്നത് പിന്നീട് ആലോചിക്കും എന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒരു പോസിറ്റീവായി തന്നെയാണ് കാണേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ഓർഡിനറി ബസ്സിൽ ഇങ്ങനെ കൊടുക്കുന്നല്ല പറഞ്ഞിരുന്നത്. എല്ലാ ബസ്സിലും എത്ര ദൂരത്തേക്കും എത്ര തുകയ്ക്കും ഈ പറയുന്നത് സൗജന്യം അനുവദിക്കും എന്ന നിലയ്ക്കാണ് പറഞ്ഞിരുന്നത്. ആ പറഞ്ഞ വാഗ്ദാനത്തിൽ നിന്ന് അവർ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്. ആ വാഗ്ദാനം ഇപ്പോഴത്തെ നിലയ്ക്ക് അവർ നടപ്പാക്കിയിട്ടില്ല. വാഗ്ദാനം ഇനി ഇപ്പം 5 വർഷത്തെ ഗവൺമെൻറ്റിലെ 5 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നടപ്പാക്കിയ പോരല്ലാണ്ട് ഇപ്പം തന്നെ നടപ്പാക്കണോ എന്ന് ചോദിച്ചാൽ അതും അങ്ങനെയല്ല. കാരണം വരുന്ന 15-ാം തീയതി മുതൽ ഇത് ഇങ്ങനെ തന്നെ നടപ്പാക്കും എന്ന നിലയ്ക്കാണ് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറഞ്ഞത്. അപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിട്ടുള്ള വാഗ്ദാനം നടപ്പാക്കിയിട്ടില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് ഇപ്പം നടപ്പാക്കുന്ന കാര്യത്തിനകത്ത് ഇല്ലാത്തതിനെ ചോദ്യം ചെയ്യാം എന്നത് സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇങ്ങനൊരു കാര്യം നടപ്പാക്കി എന്നതിനെ ഒരു പോസിറ്റീവായി തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം, കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗം എന്ന് പറയുന്നത് KSRTC മാത്രമല്ല. KSRTC അതിനകത്ത് ചെറിയൊരു പങ്ക് മാത്രമേ ഉള്ളൂ. വടക്കൻ കേരളത്തിൽ KSRTC ബസ്സുകൾ കുറവാണ്, റൂട്ടുകൾ കുറവാണ്, അതുപോലെ തന്നെ സർവീസുകളും കുറവാണ്. അപ്പം ഇത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ആ നിലയ്ക്ക് കിട്ടുന്നൊന്നല്ല. അവിടെ ഒരു പ്രിവിലേജ്, റീജിയണൽ പ്രിവിലേജ് വന്നു ഭവിക്കുന്നുണ്ട് ഒരു വശത്ത്. 2, ഇത് പൊതുഗതാഗത സംവിധാനത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നതും കൂടി കൂട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടത്. കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, കേരളത്തിലെ ബസ് യാത്രക്കാരുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ ആ എണ്ണത്തിൽ ഒരു 70-75% സ്ത്രീകളാണ്. KSRTC മാത്രമല്ല ഞാൻ പറയുന്നത്, KSRTCയിലും പ്രൈവറ്റ് ബസ്സുകളിലെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു 70-75% യാത്രക്കാർ മൊത്തം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളാണ്. അതിനകത്തൊരു കാരണമുണ്ട് അങ്ങനെ വരുന്നതിന്. ഒന്ന്, ഇപ്പോൾ 2 വീലേഴ്സ് ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാട്ടും വളരെ വളരെ കുറവാണ്. കുറച്ച് പേര് 2 വീലേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ പുരുഷന്മാർ 2 വീലർ ഇല്ലാത്തൊരു പുരുഷനില്ല. അപ്പം നാട്ടിലെ ഏതൊരു പുരുഷൻ നോക്കിയാലും അയാൾ 2 വീലറിലാണ് യാത്ര ചെയ്യുക. അതേസമയത്ത് സ്ത്രീകൾ അതേ യാത്ര ബസ്സിലാണ് യാത്ര ചെയ്യുക. അപ്പോൾ പൊതുഗതാഗതത്തെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നതിൽ ഭൂരിപക്ഷം പേരും സ്ത്രീകളാണ്. അങ്ങനെ സ്ത്രീകൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ KSRTCയിൽ ഇങ്ങനെ ഒരു സൗജന്യം വരുമ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ, പ്രൈവറ്റ് ബസ്സുകളിൽ നിന്ന് സ്ത്രീകൾ KSRTCയിലേക്ക് കൂടുതലായി കയറുന്നൊരവസ്ഥ ഉണ്ടാകും. കാരണം സൗജന്യം അവിടെയാണ് കിട്ടുക. അപ്പം സ്വാഭാവികമായും പ്രൈവറ്റ് ബസ് സർവീസിനെ ഇത് ബാധിക്കും. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റവന്യൂവിൽ ചെറിയ ഇടിവല്ല, വലിയ ഇടിവുണ്ടാക്കും. 2 ഉള്ള സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ വടക്കൻ മലബാറിൽ അങ്ങനെ ഈ പറയുന്നത് പ്രൈവറ്റ് ബസ്സിന് കയറി KSRTC ആശ്രയിക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. കാരണം അവിടെ KSRTC ഇല്ല. KSRTC ഉണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കാം, അവിടെ KSRTC ഇല്ല. പക്ഷേ തെക്കൻ ജില്ലകളിൽ പലയിടത്തും KSRTC ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് വരികയാണെങ്കിൽ ആ ബസ്സിൽ അവർ കയറില്ല. കാരണം അടുത്ത KSRTC വന്നാൽ മാത്രമേ കയറൂ. അങ്ങനെ KSRTC മാത്രമേ ആശ്രയിക്കുന്ന വിധത്തിലേക്ക് സ്ത്രീ യാത്രക്കാർ മുഴുവൻ മാറുന്നതോടുകൂടി പ്രൈവറ്റ് ബസ് സർവീസ് എന്ന് പറയുന്ന സാധനം വലിയ രൂപത്തിലുള്ള തകർച്ചയിലേക്ക് നേരിടും. ഈ തകർച്ച കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തെ മൊത്തത്തെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സൗജന്യ യാത്ര ഏർപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ടത് കേരളത്തിലെ എല്ലാ പൊതുഗതാഗത സംവിധാനത്തിലും സൗജന്യ യാത്ര എന്ന നിലയിലേക്ക് അതിനെ കൊണ്ടുപോകണം. അപ്പം പ്രൈവറ്റ് ബസ്സുകളിലും ഇതേ സംവിധാനം ഏർപ്പെടുത്തണം. അങ്ങനെ ഏർപ്പെടുത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് പ്രൈവറ്റ് ബസ്സുകാർ ഇപ്പം അതിനകത്ത് കയറിയിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാർ എത്രയാണെന്നൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ ചില പരിമിതികൾ വരും. ഇപ്പം അതിനകത്ത് കയറി എല്ലാവർക്കും ഇത് സ്ത്രീകൾ എന്ന രൂപത്തിൽ 0 ടിക്കറ്റ് അടിച്ചു കൊടുത്ത് അത് മുഴുവൻ സർക്കാരിൽ നിന്ന് ക്ലെയിം ചെയ്യുന്ന രൂപത്തിലേക്കൊക്കെ വരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് സർക്കാർ ഇത്തരത്തിലുള്ള യാത്രകൾക്ക് കൃത്യമായി പാസ് ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൂപ്പൺ ഏർപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുകയും ആ കൂപ്പൺ ഈ പറയുന്ന പോലെ ബസ്സുകാർ കളക്ട് ചെയ്ത് റീഇംബേഴ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലേക്ക്, കാരണം അങ്ങനെയാണ് നമ്മൾ ഗതാഗതത്തെ കാണുന്നതെങ്കിൽ പൊതുഗതാഗത സംവിധാനം ഗവൺമെൻറ് ഉടമസ്ഥയിൽ തന്നെ പൂർണ്ണമായും ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകളെ കൂടി KSRTC പോലുള്ളൊരു പൊതുഗതാഗത സംവിധാനം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പൊതുഗതാഗതം ഒരു പൊതു ഉടമസ്ഥതയിലേക്ക് മാറ്റി ആ പൊതു ഉടമസ്ഥയിലുള്ള എല്ലാ വാഹനങ്ങളിലും സ്ത്രീകളുടെ യാത്ര ഏറ്റെടുത്ത് ആ യാത്ര ഗവൺമെൻറ് റീഇംബേഴ്സ് ചെയ്യുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ പ്രായോഗികമായി ഇതിനകത്ത് യാതൊരു വ്യത്യാസം. അല്ലെങ്കിൽ
ഇത് ആത്യന്തികമായി പൊതുഗതാഗത സംവിധാനത്തിന് ദോഷകരമായി തീരുന്നൊരവസ്ഥയുണ്ടാവും. സ്ത്രീകളോട് ചെയ്യുന്ന അനുകമ്പാപൂർണമായ ഒരു സമീപനം എന്ന നിലയിൽ നിന്ന് മാറി അത് ഒരു പൊതുഗതാഗത സംവിധാനത്തിന് തകർച്ചയിലേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത്തരം സാധ്യതകളൊക്കെ തന്നെ മനസ്സിലാക്കി ഇടപെട്ട് പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് ഇപ്പോഴും കഴിയും. തീർച്ചയായും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഗവൺമെൻറ് എടുക്കുന്ന ഒരു സമീപനത്തെ നമ്മൾ മോശമായിട്ട് കാണേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത്. ഗവൺമെൻറ് അതിനകത്ത് പോസിറ്റീവായിട്ട് സമീപനം സ്വീകരിക്കട്ടെ, ഇത്തരം പ്രശ്നങ്ങൾ പഠിച്ച് കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തിനും കൂടി ഗുണകരമാകുന്ന രൂപത്തിൽ ഇതിനെ ഒന്ന് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് നടപ്പാക്കട്ടെ എന്നതാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. വൈദ്യുതി രംഗത്ത് നടന്നിട്ടുള്ളൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം കാർഷിക മേഖലയിൽ കൃഷിക്ക് സൗജന്യമാണല്ലോ. ഞാൻ പറയാം, കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് പൊതുവേ കൃഷിക്ക് സൗജന്യമാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും പഞ്ചാബിലൊക്കെ വളരെ ഫലപ്രദമായി കാർഷിക സബ്സിഡി നടപ്പാക്കിയിട്ടുള്ള കാർഷിക മേഖലയിൽ ഈ സൗജന്യമായി വൈദ്യുതി നൽകുന്നത് നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ്. പലപ്പോഴും അവിടെയൊക്കെ ചെയ്യാറുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കും, കൃഷിക്ക് ബില്ല് ചെയ്യില്ല, അവിടെ മീറ്റർ പോലും വയ്ക്കില്ല. മൊത്തം വൈദ്യുതി വിതരണം കഴിഞ്ഞിട്ട് ബില്ല് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ കൃഷിക്ക് കൊടുത്തതാണ് എന്ന് എഴുതി അങ്ങ് തള്ളിയിട്ട് ഈ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ലോസ് അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത് കുറഞ്ഞു എന്ന് സ്ഥാപിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധ്യതയായി കാർഷിക സബ്സിഡി ഉപയോഗിക്കുന്ന രീതി ഉണ്ടായി. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, വൈദ്യുതി മേഖലയിൽ ഇത്തരത്തിലുള്ള നിരവധി ഇടപെടലുകൾ നടത്തി കാര്യക്ഷമമാക്കുക എന്ന് പറയുന്നത് അതിനൊരു ഷോർട്ട് കട്ട് വന്നുപെടുക ഒരു ഘടകം ഉണ്ടായി. അതുപോലെ KSRTC പോലത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു ഷോർട്ട് കട്ടായി എല്ലാ നഷ്ടങ്ങളും കാരണമായി എഴുതി കാണിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടായി ഈ വനിതകൾക്കുള്ള സൗജന്യ യാത്ര മാറിത്തീരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഇപ്പം നിലവിൽ KSRTC ഒരുപാട് നന്നായി ഫങ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പോലെയല്ല. പ്രതിദിന വരുമാനം എന്ന് പറയുന്നതിനകത്ത് വലിയ വർധനവ് ഉണ്ടായി. 10 കോടി റുപ്യ 11 കോടി റുപ്യൊക്കെ പ്രതിദിന വർധനവ് വരുമാനം കിട്ടുന്ന രൂപത്തിലേക്ക് KSRTC മാറി. കട്ടപ്പുറത്ത് കിടക്കുന്ന വണ്ടികളുടെ എണ്ണത്തിനകത്ത് വലിയ കുറവുണ്ടായി. ഇങ്ങനെ കഴിഞ്ഞൊരു 5-10 വർഷമായിട്ട് KSRTC ഉണ്ടായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്ന സാധനം ചെറിയ മാറ്റമല്ല. എന്നാൽ മുൻകാലങ്ങളിലെ ബാധ്യതകളുടെ ഭാഗമായി ആ കടബാധ്യതകളും അതിൻ്റെ പലിശയെല്ലാം കൂടി ചേർന്ന് KSRTCക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. 2 പെൻഷൻ അടക്കമുള്ള ബാധ്യതകൾ, ഇപ്പോഴത്തെ നിലവിലുള്ള ഓപ്പറേറ്റിംഗ് മുൻകാല ബാധ്യതകളാണ്. ആ ബാധ്യതകളെല്ലാം കൂടി ചേർന്ന് ഈ പറഞ്ഞ പെൻഷൻ കൊടുക്കാനോ അതുപോലെ തന്നെ ശമ്പളം തന്നെ പൂർണ്ണമായി കൊടുക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്കും KSRTC മാറി. എന്നാൽ ഘട്ടം ഘട്ടമായി ശമ്പളം സ്വന്തം വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് KSRTC മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കാര്യക്ഷമത, പ്രവർത്തനങ്ങളുടെ ഡൈവേഴ്സിഫിക്കേഷൻ, ഒട്ടേറെ പുതിയ പ്രവർത്തന രീതികൾ KSRTC ആവിഷ്കരിച്ചിട്ടുണ്ടായി. ഇപ്പോൾ വിവിധ ആവശ്യങ്ങൾക്ക് ടൂറിന് വാഹനം വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനും അത് കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലേക്ക് KSRTC കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് മാറിയിട്ടുണ്ട്. ഈ മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ ബാധ്യത അഡീഷണൽ ആയിട്ട് വരുമ്പോൾ ഇത് ഒരു ഷോർട്ട് കട്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യക്ഷമതാ വർധനവിനും ഉള്ള ഒരു ഷോർട്ട് കട്ട് ഇതാണ്. കുഴപ്പങ്ങൾ മുഴുവൻ ഇതിൽ എഴുതിത്തള്ളാൻ കഴിയുന്നതാണ് എന്നൊരു നിലയിലേക്ക് KSRTC മാറുമോ, അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് എത്തുമോ എന്നൊരു സംശയം ഉണ്ട്. പിന്നെ അത് ഞാൻ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യും എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രശ്നവും കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ലൂപ്പ് ഹോളുകളും അടച്ച് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ സാഹചര്യം ഉണ്ടാക്കും.